റിവീലിംഗ് ആണ് ഇപ്പൊ വേദിയിലേക്ക് നടക്കാൻ പോകുന്നത്. റെഡിയാണോ? സന്തോഷമില്ലേ അറിയാൻ? വളരെ സന്തോഷമില്ലേ? യാസ്, നിങ്ങളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. നിങ്ങളുടെ കൈയടി പോരാ, കാരണം നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഒരു പ്രോത്സാഹനം, ഈ പ്രൊജക്റ്റിന് കൊടുക്കാൻ പറ്റുന്ന പ്രോത്സാഹനം. അപ്പൊ അറിയാം, കൈയടിയൊക്കെ അറിയാല്ലേ? അപ്പൊ ഇത് കിട്ടിയാലേ നമുക്ക് എനർജി ഉള്ളൂ. അപ്പൊ നമ്മൾ ടൈറ്റിൽ റിവീലിംഗിലേക്ക് പോവുകയാണ്. ടൈറ്റിൽ റിവീലിംഗിനായിട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ധർമ്മജൻ സാറിനെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്താ തോന്നി നിങ്ങൾക്ക് ഈ ടൈറ്റിൽ കണ്ടിട്ട്? സൂപ്പറാണോ? ടൈറ്റില് മാത്രമല്ല, ആ ഒരു ചെറിയൊരു ഭാഗം കണ്ടിട്ട് സംതിങ് ഒരു ത്രില്ലറിന്റെ മൂടൊക്കെ വരുന്നുണ്ട് അല്ലേ? മാത്രമല്ല എനിക്ക് മൊത്തത്തിൽ ഇവരുടെ ഒരു ചർച്ചയൊക്കെ കേട്ടിട്ട് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന് ശേഷമുള്ളൊരു എന്താ പറയാ, അതുപോലൊരു സംതിങ് ലൈക്ക് അതുപോലുള്ളൊരു ത്രില്ലർ ആയിരിക്കും. നമ്മൾ മലയാളികൾ എപ്പോഴും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, ഭയങ്കരമായിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ എല്ലാവർക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ വിസ്മയിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് സ്വിച്ച് ഓൺ സെഗ്മെന്റിലേക്കാണ്. അതിനായിട്ട് സിബി സാറിനെയും കോട്ടയം നസീർ സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സിബി സാർ ആൻഡ് കോട്ടയം നസീർ സാർ ഓൺ ടു ദി സ്റ്റേജ്. ക്ലാപ്പല്ല പിന്നെ സാറിൻ്റെ ക്ലാപ്പടിക്കലും ഇങ്ങനെയൊക്കെയാണ്. താങ്ക് യു സോ മച്ച് സിബി സാർ ആൻഡ് നസീർ സാർ. അപ്പൊ ഇന്നത്തെ ദിവസത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള സെറമണീസ് ഒക്കെ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയോടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും മനസ്സിലേക്ക് ഈ ടൈറ്റിലും ഇന്നത്തെ സംഭവങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ഈ സിനിമ എന്താണ്, അല്ലെങ്കിൽ ഈ സിനിമയെ പറ്റി എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ പലവിധ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലെ? നമുക്ക് ഈ വേദിയിലേക്ക് ചില വിശിഷ്ട വ്യക്തികളെ വിളിച്ച അഭിപ്രായങ്ങളും ആശംസകളും ഒക്കെ കേൾക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട സിബി സാറിനെയാണ് ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ആശംസകൾ അർപ്പിക്കുന്നതിനും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമായി ഒരുപാട് ബഹുമാനത്തോടെ സിബി മലയിൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ചിങ്ങ 1-ാം തീയതി ഒരുപാട് സിനിമകളുടെ പൂജ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലായിട്ട് നടക്കുന്നത് ഈ ചടങ്ങായിരിക്കണം. രാവിലെ തൊട്ട് ഒരുപാട് പൂജകളുണ്ട്. ഏതായാലും ഈ ഒരു പൂജാ ചടങ്ങിന് എത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. ഞാനിവിടെ എത്തിച്ചേരാനുള്ള പ്രധാന കാരണം ബിപിനാണ്. ബിപിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ബിപിൻ നായകനാകുന്ന ഒരു ചിത്രത്തിൻ്റെ പൂജാകർമ്മത്തിനെത്തുക എന്നുള്ള വളരെ സന്തോഷമുള്ള കാര്യമാണ്. മലയാള സിനിമയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇന്നലെ ഇറങ്ങിയ 2 സിനിമകളും വലിയ വിജയമാകുന്നു. നസീറൊക്കെ വളരെ സന്തോഷത്തിലാണ്. വാഴയും ചിത്തുവിൻ്റെ പടവുമൊക്കെ വളരെ നല്ല രീതിയിൽ നിളക്കുഴി. അപ്പം ആ ഒരു നല്ല കാലത്തിൽ മലയാള സിനിമയുടെ നല്ല കാലത്തിൽ ഒരു പുതിയ സിനിമ കൂടെ സംഭവിക്കുകയാണ്. കൂടെ പുതിയ 2 സംവിധായകർ, എഴുത്തുകാർ, പുതിയൊരു നിർമ്മാണ കമ്പനി വലിയ വിജയമായി ഇതിനുണ്ടായി. ഈ ടൈറ്റിൽ വളരെ അട്രാക്റ്റീവാണ്.
അത് ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഒരു വലിയ വിജയമായി തരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായിട്ട് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ഷാഫി സാറിനെയാണ് ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട്. പ്ലീസ് വെൽക്കം ഷാഫി സാർ ഓൺ ടു ദി സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. ബിബിൻ ജോർജിൻ്റെ കൂടൽ എന്ന ഈ സിനിമയുടെ പൂജയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതിയായ സന്തോഷമുണ്ട്. കാരണം ബിബിൻ എന്നെ ഒരു 6-7 പ്രാവശ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വന്നില്ലെങ്കിൽ ഭീഷണി ഉണ്ടായിരുന്നു. എന്തായാലും പുതിയ എഴുത്തുകാരുടെയും സംവിധായകരുടെയും ഒക്കെ ഈ സംരംഭം വളരെ വളരെ വലിയ വിജയമാവട്ടെ. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതിനേക്കാളും വലിയൊരു വിജയമാവട്ടെ. സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായിട്ട് വേദിയിലേക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനായി നാദർഷ സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സിനിമ എന്ന് പറയുന്ന സ്വപ്നം കണ്ട് നടന്ന സമയത്ത് ആ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഗുരുനാഥന്മാർ മുൻമല്ലുണ്ട്. ആദ്യമായിട്ട് മാനിന്റെ കൊട്ടാരം എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങളെയൊക്കെ ക്യാമറയുടെ മുമ്പിൽ നിർത്തിയ പ്രൊഡ്യൂസർ ആൽവിൻ ആന്റണി ചേട്ടൻ ഇവിടെ. ഇപ്പോൾ സിരിസാറിനടുത്ത് ഞാൻ നേരത്തെ പറയുമായിരുന്നു, ഇവിടെ സാറിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, അത് തന്നെ ജീവിതത്തിൽ ഏറ്റവും തൊട്ടടുത്തിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയ പുണ്യങ്ങളിൽ ഒന്നായി കരുതുന്നു. കാരണം ഞാൻ സാറിനോട് തന്നെ പറഞ്ഞു, കിരീടം എന്ന് പറയുന്ന സിനിമ അത് എത്രയോ പ്രാവശ്യം കണ്ട് കൊതിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഡിക്ഷണറി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും തമാശയ്ക്ക് തമാശ, ഏറ്റവും ഗംഭീരമായിട്ടുള്ള തമാശകൾ, ഇമോഷണൽ സീക്വൻസ്, എപ്പോഴാണ് ഒരാളെ അടിക്കുമ്പോൾ ജനം കൈയടിക്കണത് എന്ന് പഠിപ്പിച്ച നിമിഷങ്ങൾ, അങ്ങനെ ഒരുപാട് അഭിനയത്തിൻ്റെ കാര്യത്തിലും സംവിധാനത്തിൻ്റെ കാര്യത്തിലും സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലും സംഗീതത്തിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും നമ്മൾക്ക് എപ്പോഴും റെഫറൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സിനിമ ഒക്കെ സംവിധാനം ചെയ്ത സിബ് പിന്നെ മോഹൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലൊക്കെ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങളിൽ അന്ന് ചാൻസ് വെച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഷാഫി ഭായ് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ, കോമഡി സിനിമകൾ, എങ്ങനെയുള്ള സിനിമകൾ ചെയ്യണമെന്ന് പഠിപ്പിച്ച നമ്മളുടെ ഗുരുനാഥന്മാരുടെ സ്ഥാനത്ത് തന്നെയാണ് റാഫി മക്കാട്ടിൻ, സിദ്ദിഖ് ലാൽ, ഷാഫി സിനിമകളൊക്കെ. ബിബിനും വിഷ്ണു ഞാനൊക്കെ സിനിമ സ്വപ്നം കണ്ട് നടന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ സമയത്ത് ഇറങ്ങിത്തിരിച്ചവരാണ്. ഒരു ദിവസം അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ തോണിയിൽ യാത്ര ആരംഭിച്ച ആളുകളാണ്. ആ സമയത്ത് ബിബിൻ വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അവന് തന്നെ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു വേഷം എഴുതി വെച്ചു. കാരണം അത് അവൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേഷം, അത് വേറെ ആർക്കും പോകില്ല എന്ന് വിചാരിച്ചിട്ട് വന്ന കഥ പറഞ്ഞ, പക്ഷെ അത് ജയസൂര്യ ചെയ്തു ആ ക്യാരക്ടർ. പക്ഷെ അതിൻ്റെയൊക്കെ വാശി തീർക്കണം അവൻ. പിന്നീടുള്ള അവൻ്റെ നായകനായിട്ട് അഭിനയിക്കുന്ന എല്ലാ പടത്തിൻ്റെ പൂജയ്ക്ക് എന്നെ വിളിക്കും, കണ്ടു പഠിക്കാൻ പറഞ്ഞിട്ട്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ബാദുഷാഭായി ആണെങ്കിലും സിനിമകളുടെ നിറസാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര്, ബിബിൻ, വിഷ്ണു, ധർമ്മജൻ. ഞങ്ങൾ ഇതുപോലൊരു 2016 ഒരു ചിങ്ങം 1-ാം തീയതി ആയിരുന്നില്ല കട്ടപ്പനയുടെ പൂജ. അതിൽ വിഷ്ണു, ധർമ്മജൻ, ബിബിൻ ഇങ്ങനെ പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളുടെ ഒരു മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു സംഘം ഒരുമിച്ചപ്പോൾ പലപ്പോഴും നല്ല നല്ല സിനിമകൾ സംഭവിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ബിബിൻ പ്രാർത്ഥിക്കുന്നതെല്ലാം ഫലിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ദിവസം ഈ ചിങ്ങം 1-ാം തീയതി ശരിക്കും സൗദിയിൽ ഞങ്ങളുടെ ദേവൂട്ടിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ഞാൻ പറഞ്ഞടാ എനിക്ക് വരാൻ പറ്റില്ല, 17-ാം തീയതി ഞാനിവിടെ ഇല്ല, ഞാൻ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഇല്ല കൈക്ക വരും എന്ന് പറഞ്ഞു. ആ ഉദ്ഘാടനം 29-ാം തീയതിക്ക് നീങ്ങിപ്പോയി. അത് 17-ാം തീയതി ഇന്ന് കൃത്യമായിട്ട് വന്ന് അവൻ നീ പ്രാർത്ഥിച്ച ഫലിക്കും, ഈ സിനിമ സൂപ്പർ ഹിറ്റാവും. പുതിയ സംവിധായകർക്കും
റൈറ്റേഴ്സിനും എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് സർ. ഇന്നത്തെ ഈ ഒരു വേദിയിലേക്ക് നമ്മുടെ പ്രൊഡ്യൂസർ ആൽവിൻ സാറും ഡയറക്ടർ അജയ് വാസുദേവൻ സാറും എത്താൻ ഒരല്പം ലേറ്റ് ആയി പോയി. അവർ എത്തിയതേ ഉള്ളൂ. അവരെ രണ്ടുപേരെയും ഈ ഒരു മനോഹരമായ ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കാനായി വേദിയിലേക്ക് വരുന്നു ബാദുഷ സാർ. പ്ലീസ് വെൽക്കം ബാദുഷ സാർ ഓൺ ടു ദി സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല പുതുവത്സരാശംസകൾ നേർന്നു. ഏതായാലും അജയ് വരാൻ ലേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ആശംസ പറയിപ്പിക്കുന്നുണ്ട് അജയ്. ഏതായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കാനും എനിക്കേറെ പ്രിയപ്പെട്ട ബിപിൻ ജോർജ് നായകനാകുന്ന സിനിമയുടെ പൂജയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി കൂടി മലയാള സിനിമയിലോട്ട് ലോഞ്ച് ചെയ്യുകയാണ്. ആ പ്രൊഡക്ഷൻ കമ്പനിക്ക് എല്ലാവിധ ആശംസകളും. ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് സർ. അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കാനായി വേദിയിലേക്ക് വരുന്നു സെവൻ ആർട്സ് മോഹൻ സാർ. പ്ലീസ് വെൽക്കം സെവൻ ആർട്സ് മോഹൻ സാർ ഓൺ ടു ദി സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. PNJ പ്രൊഡക്ഷൻസിൻ്റെ കൂടൽ എന്ന ഈ പുതിയ സിനിമക്ക് എൻ്റെ സുഹൃത്തോടായ ഷാനം സംവിധാനം ഈ സിനിമക്ക് എല്ലാവിധ ഐശ്വര്യവും സാമ്പത്തിക വിജയവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തതായിട്ട് ആശംസകൾ അർപ്പിക്കുന്നതിനായി അജയ് വാസുദേവൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. അതുണ്ടല്ലോ, നമ്മൾ ഇത്രയും നേരം ആശംസ പറയാൻ വേണ്ടി വിളിച്ചത് എല്ലാവരും നമുക്ക് ഇവിടുന്ന് പറഞ്ഞു തന്ന ആൾക്കാരാണ്. പക്ഷെ ഈ മുൻനിരയിൽ ഇരിക്കുന്ന ഇത്രയും വിശിഷ്ട വ്യക്തികളുടെ പ്രോത്സാഹനം കിട്ടിയ ഒരേ ഒരു ഗസ്റ്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആശംസകൾ തന്നേ പറ്റുള്ളൂ. ഓക്കെ, മന്ദാകിനി ഫെയിം അജയ് വാസുദേവൻ സാറിനെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം അജയ് വാസുദേവൻ സാർ ഓൺ ടു ദി സ്റ്റേജ്. തീർച്ചയായിട്ടും ഇത്രയും വലിയ വെൽക്കമിങ് സാറിന് മാത്രമേ കിട്ടിയുള്ളൂ. വേദിയിലേക്ക് വരണം സാർ പ്ലീസ്. എല്ലാവിധ ആശംസകളും. ആ ഒരു വാക്കിലുണ്ട് എല്ലാം എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, സാറിന് ഒരു സ്പെഷ്യൽ കൈ കൊടുക്കോ? യെസ്, സാറിനെ സ്നേഹിക്കുന്നവർ ഇവിടെ ഇരിക്കുന്നവരല്ല, ഇത്രയും നേരില്ലാത്തൊരു എനർജി ആയിപ്പോ ഇവിടെ എല്ലാവരുടെ അടുത്തും ഉള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി കോട്ടയം നസീർ സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇതൊരു നല്ല ദിവസം, നല്ലൊരു ചടങ്ങിന് ഭാഗമാകാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. കൂടൽ ഒരു വലിയ വിജയമാവട്ടെ. തിയേറ്ററിൽ ജനങ്ങളുടെ ഒത്തുകൂടൽ കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായിട്ട് നിങ്ങൾക്കായി ആശംസകൾ അർപ്പിക്കുന്നതിനായി ആൽവിൻ ആന്റണി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിബിനെ വെച്ച് ആദ്യമായിട്ട് സിനിമ നിർമ്മിച്ചത് ഞാൻ സക്കറിയ തോമസും കൂടിയായിരുന്നു. ആ സിനിമ വൻ വിജയമായിരുന്നു. കാഫിയാണ് സംവിധാനം ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു പടം കൂടി നിർമ്മിച്ചു, അത് ഓടി. പിന്നെ ഡേറ്റ് തരുന്നില്ല, വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് ധർമ്മജൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ധർമ്മജൻ സാർ ഭയങ്കര വർത്തമാനത്തിലോട്ടോ ഫ്രണ്ടിലിരുന്ന്. നമ്മുടെ എല്ലാ സിനിമയിലെ പോലെ തന്നെ കുരുത്തൊക്കെയാണ് മുമ്പിൽ ഇരുന്നോണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശംസ പറയാം സാർ. വന്നിരിക്കുന്ന ഗുരുക്കന്മാര്, എനിക്ക് കുറെ കാശ് തരാനുള്ള രണ്ട് പ്രൊഡ്യൂസർമാര് വേണമെന്നില്ല. ജന്മദേശത്തെ പറഞ്ഞത് ബാധുവിനും ആരും ജന്മദേശത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതൊരു കൂടലാണ്. ഈ കൂടല് വീണ്ടും കൂടണം.
ഈ ചിത്രത്തിൻ്റെ വിജയത്തിനായിട്ട് നമുക്ക് ഒന്നിച്ച് വീണ്ടും കൂടാം. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് സാർ. അടുത്തതായിട്ട് ആശംസകൾ അർപ്പിക്കാൻ വരുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആളാണ്. സ്പെഷ്യൽ ആയിട്ടുള്ള ആളാണ് എന്നതിനുപരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഷ് കൂടിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. മറ്റാരുമല്ല, നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ്. വിഷ്ണു ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടെയാണ് നമ്മുടെ ഈ സിനിമയിലെ മെയിൻ ആക്ടർ. സോ ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമസ്കാരം. ബഹുമാനപ്പെട്ട സിബി സാർ എന്നെ ആദ്യമായിട്ടൊരു മൂവിക്ക് അവരുടെ മുമ്പിൽ നിർത്തിയ ആളാണ് സിബി സാറ്. ഞാൻ ആദ്യമായിട്ട് ഒരു തഗ് ഡയലോഗ് പറയിപ്പിച്ച ആളാണ് ഷാഫി സാർ. എന്നെ ആദ്യമായിട്ട് നായകനാക്കിയ ആളാണ് നാദിഷ്ക. പിന്നെ ആൽവിൻ ചേട്ടൻ, ഞങ്ങളുടെ ആദ്യമായിട്ട് ഞങ്ങൾ എഴുതിയ സിനിമയുടെ പ്രൊഡ്യൂസർ. അങ്ങനെ ഞങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ബിബിൻ എൻ്റെ ബഡി പേരാണെന്ന് എല്ലാവർക്കും അറിയാം. കുഞ്ഞുനാൾ മുതൽ അവൻ എന്തോരം സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് ഈ കാണുന്ന ഇത്രയും വലിയൊരു ക്രൗഡ് ഇങ്ങനെ ഒരു പൂജാ സെറമണിക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ ബാക്ക് സ്റ്റോറിയുടെ പിൻബലമാണ്. അപ്പോൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പുറമേ നിന്നുള്ളവർക്ക് ജസ്റ്റ് ഇപ്പോഴുള്ള വിവിനെ കാണുള്ളൂ. എനിക്ക് കുഞ്ഞുനാളും നല്ല അറിയാം, 6ാം ക്ലാസ് നല്ല അറിയാം. നമ്മുടെ മുമ്പിൽ 2.5 പതിറ്റാണ്ടിന് ശേഷം ഇന്ന് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പൊ അത്രയും നാൾ മുമ്പുള്ള കഠിനാധ്വാനത്തിന് ഇത്രയും വലിയൊരു സ്വീകാര്യത കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും ബിബിൻ ജോർജിന്റെ സമയം ഇവിടെ നിന്ന് തുടങ്ങുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ ഗംഭീരമായിട്ട് വരട്ടെ. പുതിയ എഴുത്തുകാർ, പുതിയ സംവിധായകര്, അവർക്ക് എല്ലാവിധ ആശംസകളും. കൂടുതൽ ഗംഭീരമാവും. താങ്ക് യു. താങ്ക് യു സോ മച്ച് വിഷ്ണു സർ. പറഞ്ഞത് ശരിയാണ്. നമ്മുടെ സിബി മലയിൽ സാർ ഇവിടെ ഉണ്ട്. സാറിന്റെ ദേവദൂതൻ റീ റിലീസിന് തിയേറ്ററിൽ എത്തിയപ്പോൾ നമ്മളെല്ലാവരും അന്ന് കണ്ട അതേ സിനിമ തന്നെയാണ്. ടെക്നോളജിയിലും അതിന്റെ ആവിഷ്കാര രീതിയിലും ചെറിയ വ്യത്യാസങ്ങൾ വന്നു എന്നല്ലാതെ സിനിമ അത് തന്നെയാണ്. പക്ഷെ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത റിലീസ് ചെയ്ത സിനിമ വീണ്ടും വേദിയിൽ കണ്ടപ്പോൾ നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നു ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് സീറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഒരു സീറ്റ് ഫ്രണ്ട് റോയിൽ പോലും ഉണ്ടായിരുന്നില്ല. അത്രത്തോളം നമ്മൾ പിന്തുണ കൊടുത്ത് അതിനെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ കലാകാരനറിയാം കലയ്ക്കൊരു ജീവനുണ്ട് അല്ലേ? തീർച്ചയായിട്ടും കലയ്ക്കൊരു ജീവനുണ്ട്. സാറിന്റെ സൗണ്ട് എൻ്റർ ചെയ്ത് എനിക്കറിയാം. കലയെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഒരു ഫയർ മുകളിലേക്ക് വരും. ആ ഫയറിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ വന്ന ഇത്രയും വിശിഷ്ടരായിട്ടുള്ള വ്യക്തികളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആശംസകൾ നമ്മൾ എല്ലാവരും കേട്ട് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വേദിയിലേക്ക് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാവരും ഏറെ ആഗ്രഹിക്കുന്ന, ഈ സിനിമ തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ നിറഞ്ഞു കാണാൻ പോകുന്ന, നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞ് ഏറ്റെടുക്കാൻ പോകുന്ന നമ്മുടെ സിനിമയുടെ നായകനെ തന്നെയാണ്. നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലേ, 5 നായികമാരുള്ള സിനിമകൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു നായകന് 4 നായികമാരുള്ള ആദ്യത്തെ സിനിമയായിരിക്കും ചിലപ്പോൾ ഇത്. 4 നായികമാരെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ഒരു ധൈര്യം അല്ലെ പറയണമല്ലേ? കാരണം ആദ്യത്തെ ആളാണ് മലയാള സിനിമയിൽ അത്തരം ഒരു ധൈര്യം ഏറ്റെടുക്കാൻ പോകുന്ന ആദ്യത്തെ ആളാണ്. അതുപോലെ തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി കൂടെയാണ്. ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങളുടെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ കൂടെയാണ് ബിബിൻ സാർ. അതുകൊണ്ട് ബിബിൻ സാറിന്റെ വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ കൈയുടെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള കൈ വേണം. സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ കുടുംബം നിലക്ക് ഭയങ്കര ബൂസ്റ്റ്, എന്തൊക്കെ കാര്യങ്ങളുണ്ടായി, ഇത് മാത്രം ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടോ. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഈ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ സന്തോഷത്തിൽ നിൽക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നെ സ്നേഹിക്കുന്ന, വിഷ്ണുവിനെ സ്നേഹിക്കുന്ന, ഞങ്ങൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ക്രൗഡാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അതിലേറ്റവും ഓരോരുത്തരായിട്ട് എടുത്ത് പറയണമെങ്കിൽ, ഇപ്പോൾ ആദ്യം പച്ചാളത്ത് മുളകുചിയിൽ നിന്ന് നടന്നിരുന്ന എന്നെയും വിഷ്ണുവിനെയും ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് കൈപിടിച്ചു വരുത്തിയ നാദിഷ്ക. അതാണ് ഞങ്ങളുടെ തുടക്കം. അതിന് എല്ലാ സപ്പോർട്ടും ചെയ്ത ആൽവിൻ ആന്റണി ചേട്ടൻ. അതേപോലെ തന്നെ ഒരു നായക സങ്കല്പത്തിൽ നിന്ന് ഇന്നൊരാളെ, കാരണം അതുവരെ ഷാഫി സാറ് എല്ലാം സൂപ്പർ സ്റ്റാർസുകളെ വെച്ച് മാത്രം പടം സൂപ്പർ ഹിറ്റായി എല്ലാം ചെയ്ത ആളാണ്. പക്ഷെ അദ്ദേഹം എന്നെ പോലെ ഒരാളെ വെച്ച് അദ്ദേഹം കാണിച്ചൊരു ചങ്കൂറ്റത്തിന് എത്ര നന്ദി പറഞ്ഞാലും ഞാൻ
തീരില്ല. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താ പറയാ, ഇപ്പോൾ ഞാനൊരു മമ്മൂക്കയായിട്ട് ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എനിക്ക് അവസരം തന്ന അജയേട്ടൻ, പിന്നെ ഈ പറയുന്ന ഞാൻ ബോംബ് കഥ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു 1-2 സീൻ കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, രാജീവേട്ടൻ. ആ രാജീവേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അടുത്ത പടത്തിൽ നീയാണ് ഹീറോ. നമ്മുടെ ബോംബ് കഥ ഷൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് ഓടിയിട്ടില്ല, റിലീസായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പക്ഷെ അടുത്ത പടത്തിൽ നീയാണ് നായകൻ തീരുമാനിച്ച രാജീവേട്ടൻ, വിഷ്ണു, ധർമ്മേട്ടൻ, കാണുമ്പോഴൊക്കെ സ്നേഹിക്കുന്ന നന്ദുചേട്ടൻ. സിവിസാറിനെ പറ്റി പറയാൻ, അതായത് കാലം അർഹിച്ച വിജയം കാലം ഒരിക്കലും ചതിക്കില്ല എന്ന് പറയുന്ന പോലെ അർഹിച്ച വിജയം. ഞാൻ മൈമൂളിൽ നിന്നാണ് സാർ ആദ്യമായിട്ട് ദേവദൂതൻ കാണുന്നത്. മൈമൂളിൽ അന്ന് DTS വലിയൊരു സംഭവം തന്നെയായിരുന്നു അന്ന്. അത് ഞാൻ വീണ്ടും പോയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരു മാറ്റമില്ലാതെ ഞാൻ അതിന്റെ കോസ്റ്റ്യൂമറൊക്കെ വിളിച്ചായിരുന്നു. സാറിനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. കോസ്റ്റ്യൂമറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്പോഴും ലാലേട്ടൻ അതിലിട്ടിരുന്ന ഡ്രസ്സുകളെല്ലാം ഇപ്പോഴത്തെ പിള്ളേർ ഇട്ടിട്ട് നടക്കുന്നതാണ്. 3 വർഷം മുമ്പ് അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിനിമയായിരുന്നു ദേവദൂതൻ. പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഷ്ണു എന്ന് പറയുന്നത് എൻ്റെ ഒരു ബലം തന്നെയാണ്. അതായത് എൻ്റെ വയ്യാത്ത കാലിൻ്റെ പോരായ്മയുടെ അല്ലെങ്കിൽ അതിൻ്റെ ശക്തി എനിക്ക് വയ്യ എന്ന് തോന്നിപ്പിക്കാത്ത വിധം അവൻ എന്നെ എന്നും ചേർത്ത് നിർത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ വീക്കായ ഒരു മനുഷ്യനാണ്. കാരണം പെട്ടെന്ന് ഞാൻ മെന്റലി ഡൗൺ ആവും, പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. അതൊക്കെ ഈ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് കിട്ടിയ കുറെ കാര്യങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ അത് ബാലൻസ് ചെയ്യാൻ അവനിപ്പോ ഒരാളെ, നമ്മുടെ സിബിസാറിന്റെ തന്നെ പടത്തിൽ ഹിസൈനസ് അബ്ദുള്ള എന്ന് പറഞ്ഞ പടത്തിൽ ലളിത ചേച്ചി പറയുന്നുണ്ട്, വേദനിപ്പിക്കാതെ കൊല്ലണേ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അവരൊരാളെ കൊല്ലുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനോട് ആരോട് ദേഷ്യം തോന്നില്ല. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നും. പക്ഷെ അത്രയും കെയർ ആയിട്ടാണ് വിഷ്ണു എന്നെ ഇതുവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ എൻ്റെ സുഹൃത്തുക്കള്, ഞാനാക്കി എൻ്റെ സുഹൃത്തുക്കള് ഇവിടെ ഒരുപാട് പേരുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എൻ്റെ അമ്മച്ചി. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ മുമ്പിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടേഴ്സ് ഷാഫിക്കയും ഷാനിച്ചേട്ടനാണ്. ഷാനിച്ചേട്ടൻ എന്നോട് വേറൊരു കഥ പറയാനാണ് ആക്ച്വലി വന്നത്. ഞങ്ങളത് മൂവ് ചെയ്യുകയും ചെയ്തതാണ്. പിന്നീട് ഞാൻ അറിയുന്നു ഷാഫിച്ചേട്ടനും ഒരു പരിപാടിയായിട്ട് വന്നു. പിന്നീട് ഞാൻ അറിയുന്നു അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ കഥ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കഥ ചെയ്യാണ്. അപ്പോൾ ഈ സിനിമ എന്തായാലും നല്ലൊരു പ്രൊജക്റ്റ് ആകുമെന്നും എന്നെ സ്നേഹിച്ച, പിന്നെ ഞാൻ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും പറയുമ്പോൾ നസീറിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. മിമിക്രിയിലെ ഞാൻ രാജാവ് എന്നാണ് എപ്പോഴും വിളിക്കുന്നത്. പക്ഷെ ആ രാജാവും ഞങ്ങൾ ഈയിടെ അടുത്ത കാലത്താണ് കൂടുതൽ പരിചയപ്പെടുന്നതും. എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്ന ആളാണ് നസീർക്ക. പിന്നെ എന്നെ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ആദ്യമായിട്ട് ടെലിവിഷനിൽ കൊണ്ടുവന്ന ബൈജു ജോസ്, ബാബു ജോസ്, അവരും ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എന്നെ സംരക്ഷിച്ച് കൂടെ നിർത്തിയ, എന്നെ ഈ വേദിയിലേക്ക് പിടിച്ചു നിർത്തിയ ഒരുപറ്റം ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സിനിമ നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. ഗംഭീരമാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റട്ടെ. സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. സാറിന് സ്പെഷ്യൽ ആയിട്ടുള്ള താങ്ക്സ് പറയാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ മെയിൻ പില്ലർ എന്ന് തന്നെ വേണേൽ പറയണം. പിന്നെ ഞാൻ 4 നായികമാരെ എടുത്തു പറഞ്ഞതിന്റെ കാരണം 4 വ്യക്തികളും 4 ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും, 4 ടൈപ്പ് ആൾക്കാരായിരിക്കും. അവരോടൊപ്പം അവരുടേതായിട്ടുള്ള വ്യത്യസ്തത ഉൾക്കൊണ്ടുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെറിയ കാര്യമല്ല, അല്ലേ? അതൊരു അഡ്വഞ്ചർ അല്ലേ? അപ്പൊ നമ്മുടെ ബിപിൻ ചേട്ടൻ ഒരു സ്പെഷ്യൽ കയ്യടിയോട് കൂടി ആ 4 വ്യക്തിത്വങ്ങളെ കൂടെ ഞാൻ വേദിയിലേക്ക് അടുത്തതായിട്ട് ഇൻവൈറ്റ് ചെയ്യണം. 4 നായികമാർ കാണണ്ടേ? അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന 4 നായികമാരെയും. മരീന മൈക്കിൾ, റിയ, നിയ, അനു, സോനാന. പ്ലീസ് വെൽക്കം. 4 പേരും വേദിയിലേക്ക് വരണം. അവർക്ക് കയ്യടിയില്ലേ? അതാണ് ഓക്കെ. ഇനി ഇവരുടെ 4 പേരുടെയും ഈ ഒരു സന്തോഷം, ഈ സിനിമയ്ക്കുള്ള ഒരു ആശംസ ഒക്കെ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹവും ബഹുമാനവും. ചില കാര്യങ്ങൾ നടക്കാൻ ഒരു നിമിത്തം എന്ന് പറയില്ലേ, ഈ ഒരു സിനിമയിൽ ഞാൻ ഇവിടെ എത്തിപ്പെടാൻ
കാരണമായ ഒരാളെന്ന് പറയുന്നത് ശ്രീനാഥേട്ടനാണ്. ശ്രീനാഥേട്ടൻ ഇതിന് മുമ്പ് എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്ത വ്യക്തിയാണ്. പുള്ളിയിലൂടെയാണ് അതിൻ്റെ ഡയറക്ടേഴ്സിന് ലീഡ് കിട്ടുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് ശ്രീനാഥേട്ട. പിന്നെ എല്ലാവരെയും പോലെ ഞാനും എക്സൈറ്റഡ് ആണ്. ഇത്രയും ചിരിച്ച ഒരു ഇവന്റ് സത്യത്തിൽ എൻ്റെ ഓർമ്മയിൽ ഇപ്പൊ അടുത്ത് എങ്ങുമില്ല. ചിരിച്ചിട്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ വേദനയുണ്ട്. അത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു ഇവന്റ് ആണ് ഇന്നിവിടെ നടന്നത്. ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഇവന്റ് ആണ്. നിങ്ങളെല്ലാവരും ക്ഷണിച്ചിട്ട് ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല ഞാൻ ചെയ്ത സിനിമകളിൽ എടുത്തു പറയുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് ഹാപ്പി വെഡിങ്ങിലെ സീനാണ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ അമർ അക്ബർ ആന്റണി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അതിന്റെ ഡയറക്ടറിനെ ആദർശിക്കുകയാണ്. റൈറ്റേഴ്സാണ് വിഷ്ണു, ബിപിൻ, ആലൻ ചേട്ടൻ, എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ ഈ സിനിമ തുടങ്ങുന്ന കാലങ്ങളിൽ ഫസ്റ്റ് ചെയ്തൊരു മൂവി എന്നുള്ള രീതിയിൽ ഇപ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന്റെ ചാൻസ് തന്നതിൽ ഞാനൊരു നന്ദി അറിയിക്കുകയാണ്. ആൻഡ് വിഷ്ണുവിന്റെ കൂടെ കഴിഞ്ഞ മുമ്പത്തെ മാസം കോഴിക്കോട് ഞാനൊരു സിനിമ ചെയ്തു, റിവോൾവർ റിംഗോ. അതിന്റെ റിലീസൊക്കെ ആയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബിപിന്റെ കൂടെ ചെയ്ത് ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് നമുക്ക് സെറ്റിലൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റട്ടെ. ഇതൊരു കൂടുതൽ തന്നെയാണ്. ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും വേണം. താങ്ക് യു. ഇവരുടെ മുമ്പിലൊക്കെ നമ്മൾ സംസാരിക്കുന്നതിന് അധികം പറ്റാവോ എന്നുള്ളത് പേടിയാണ്. അതുകൊണ്ട് അപ്പം എന്തായാലും ഈ ഒരു സിനിമയുടെ വലിയൊരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഈ പടം നല്ലൊരു സക്സസ് ആയി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിയ. ഒരുപാട് സന്തോഷം. വേദിയും സദസ്സും അലങ്കരിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ പുതുവത്സര ആശംസകൾ അറിയിക്കുകയാണ്. പിച്ച് വെച്ച് തുടങ്ങുന്ന കൊച്ചുകുട്ടികളെ പോലെ PJ പ്രൊഡക്ഷൻസിന്റെ തുടക്കമാണ് കൂടൽ എന്ന സിനിമ. ഇതിന്റെ ഒരു പാർട്ടാകാനായിട്ട് എന്നെ വിളിച്ചത് ഇതിന്റെ ഒരു ഡയറക്ടർ കൂടിയായിരിക്കുന്ന ഷാഫി എപ്പക്കാട് എന്ന് പറഞ്ഞ ഷാഫിക്കാണ്. ഒത്തിരി സന്തോഷം ബിപിൻ ചേട്ടനെ പോലെ ഒരു വ്യക്തിയുടെ ഒപ്പം അഭിനയിക്കാൻ അവസരം ലഭിക്കുക എന്നുള്ളത് തന്നെ. ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തികൾ മാത്രമല്ല, ഡയറക്ടർ മാത്രമല്ല, പ്രൊഡ്യൂസറോ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, അതിന്റെ പിന്നിൽ കഷ്ടപ്പെടുന്ന പേരുകൾ അറിയാത്ത ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. അതിനേക്കാൾ ഉപരി ഓഡിയൻസ് നിങ്ങൾ തരുന്ന സപ്പോർട്ടും സ്നേഹമാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ അത് സക്സസ് ആയിട്ട് പൂർത്തീകരിച്ച് തിയേറ്ററിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടും മുമ്പോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ടും ഇതിൻ്റെ PJ പ്രൊഡക്ഷൻസിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും എൻ്റെ എല്ലാവിധമായ സ്നേഹവും സന്തോഷവും നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരെയും കണ്ടതിൽ. ഈ സിനിമ അടിപൊളിയാവട്ടെ, ഹിറ്റാവട്ടെ. താങ്ക് യു. ഒരു കാര്യം കൂടി പറയാനുണ്ട്, പറയാണ്ട് അത് പൂർത്തിയാവില്ല. ഞാൻ പറഞ്ഞതിൽ ഒരാളെ ഞാൻ വിട്ടുപോയി എന്നല്ല, ഇവിടെ നേരെ വേദിയിൽ നിന്നപ്പോൾ ഒന്ന് വിറച്ചോണ്ട് പറഞ്ഞില്ല. അത് വേറെ ഒന്നുമല്ല, എല്ലാവരെയും ഞാൻ